ഉച്ച കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോ പറഞ്ഞ് പരിപാടി ഉണ്ടെന്ന് പെട്ടെന്നാർന്ന് വരാൻ പറഞ്ഞു. അതിന് വന്ന് കയറിയപ്പോ തന്നെ കൊറോണ എന്തിനാ അവിടെ കയറ്റിയിരുത്തി. ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ പോയില്ല. ഇവരൊക്കെ അതിനുള്ളിൽ കയറ്റിക്കാൻ എങ്ങനെ സ്ഥലം ഉണ്ടാവാനാണ്. എല്ലാരും കൂടി തിങ്ങോടെ പരിപാടി നടത്താൻ പറ്റൂല. ഈ ഫ്രണ്ടിലിരിക്കുന്ന ടീച്ചർമാർ തന്നെയാണ് ഓരോരുത്തർ കയറി വരുമ്പോൾ പറയുമ്പോൾ അവിടെ ചെന്നിരിക്കാൻ. എന്നിട്ട് ആ പരിപാടി നടത്താൻ പറ്റില്ലെങ്കിൽ മക്കളെ പുറത്ത് പോകാൻ പറയും. പരിപാടി തുടങ്ങാൻ വേണ്ടി കുറെ നേരം കാത്തിക്കണ്. തുടങ്ങി അതിനെല്ലാരും കാത്തിക്കണത് ഫാഷൻ ഷോ കാണാൻ വേണ്ടിയാണ്. ഫാഷൻ ഷോ തുടങ്ങി. പക്ഷെ ഉണ്ടല്ല വലിയ കാര്യമൊന്നും കാണാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല. എടാ മോനെ പരിപാടി വരെ അത് കാണില്ല, അങ്ങോട്ട് പോവാൻ. ഞാൻ ഇവനോട് കുറെ പറഞ്ഞു പോവാൻ പറഞ്ഞു. വേണ്ട ഇവിടെ ഇരുന്ന് കണ്ടോ. ടീച്ചർമാരുടെ ഒരു കസാരവും കട്ടിട്ടാണ് ഇവിടെ ഇരിക്കണത്. ഞാൻ നിക്കണ്. ഇവിടുന്ന് പോയാലേ കസാര പോവും. കുറച്ചെങ്കിലും കാണാൻ പറ്റിയായിരുന്നു. ഈ പട്ട പറ്റുമല്ലോ എന്തോരം പേരിന് ഇവിടെ. അവിടെ പരിപാടി നടക്കണോട് തല നീങ്ങുന്നുണ്ട്. വേറൊന്നും കാണില്ല. ഇത് തന്നെയാണ് ഈ പറയണത്. മൂത്തൊരു പറയണ കേൾക്കണെന്ന്. എന്നിട്ട് എന്താണ് കസാരട്ട് കയറി കണ്ട്. ആകെ ചെറിയ സ്ഥലമുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ കോളേജിലെ പിള്ളേരെല്ലാരും വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. ഫാഷൻ ഷോ കഴിഞ്ഞപ്പോ ഡാൻസ് ആയി. സംഭവം ഇവിടെ ചർച്ചയായി. എല്ലാരും തള്ളിയായി. അവർക്ക് ഡാൻസ് കളിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചെറിയ സ്ഥലമാണ്. എല്ലാരും കൂടി ഇങ്ങനെ കൊന്നാൽ പിന്നെ സ്ഥലം ഉണ്ടാവൂല. പരമാവധി അങ്ങോട്ട് തള്ളി പോകണ്ട. എല്ലാരും എന്ത് ചെയ്ത് ഇവിടെ നിന്ന് അടിച്ചു പൊളിച്ച് ഡാൻസ് കളിച്ച് ഞങ്ങളെല്ലാവരും പരിപാടി തീർന്നിട്ട് ആരോട് നിൽക്കണ്ട. എല്ലാവരും കുടുംബത്തേക്കാണ്. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ചൂടും ഒന്നും പറയണ്ട. ആകെ ഒരു അവസ്ഥ. പുറത്തിറങ്ങിയപ്പോൾ സമാധാനം ചെയ്തു. അപ്പൊ ശരിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. കൂട്ടുകാരെ ഫോണിന് മുമ്പേ ആ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് പോണോട്ടാ. മറക്കരുതിട്ടാ.